ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കെ നമ്മൾ ആണ്ടവരുടെ വചനത്തിൽ നിന്ന് നമ്മൾ വിസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ബൈബിൾ സ്റ്റഡിയാണ്. നമ്മൾ കൊലുസ്യ ലേഖനം 1:19 വാക്യം താൻ നമ്മളിപ്പോൾ പഠിക്കുന്നത്. കൊലുസ്യ ലേഖനം 1:19. അതിൻ്റെ മുന്നാടി നമുക്ക് കൊഞ്ചം പിന്നാടി പോയിട്ട് നമുക്ക് പാർக்கலாம். നമ്മൾ നേരത്തെ എന്നെ പഠിച്ചാച്ച് അതിൽ നിന്ന് കൊഞ്ചം നമുക്ക് അത് പാർത്തിട്ട് നമുക്ക് 19 വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. നമുക്ക് അന്നേരം നമുക്ക് എന്നാ നമ്മൾ 17 வாக்கியம் தொட்டு நமக்கு பார்க்கலாம். இங்கே ஆண்டவர் சொல்லுது, என்ன அப்போஸ்தலன் பவுலோஸ் என்ன சொல்லுது, அண்ட் ஹீ இஸ் பிஃபோர் ஆல் திங். அதாவது ஆண்டவராய இயேசு கிறிஸ்து தான் என்னது, பிஃபோர் ஆல் திங், எல்லாத்துமே முன்னமே அவன் தான் ഉണ്ടായത്. അതായത് ആണ്ടവരായ യേശു ക്രിസ്തു താൻ എല്ലാത്തിനും മുന്നേ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം. ആൻഡ് ബൈ ഹിം ഓൾ തിങ് കൺസ്, അവൻ മൂലം താൻ എല്ലാമേ ഉളവായത്. അതായത് എല്ലാമേ അതായത് എല്ലാമേ ജനിച്ചത് അല്ലെങ്കിൽ വന്നത് എല്ലാമേ ആര് മുഖാന്തരമാണ്? അവൻ താൻ. അന്നേരം അവൻ താൻ മുഖ്യമായ വിഷയം. ആണ്ടവരായ യേശു ക്രിസ്തു താൻ മുഖ്യമായ വിഷയം. കാരണം അവൻ എന്നെ சொல்லுது നമ്മൾ വാക്ക്, അവൻ എല്ലാത്തിനും മുന്നമേ ഇരുന്നാശം. അത് മാത്രമല്ല, അവനാലെല്ലാം 16 വാക്യത്തിൽ നമ്മൾ നമ്മൾ വാസിക്കുന്നത്, വി ആർ ഓൾ തിങ്സ് ക്രിയേറ്റഡ്. നമ്മൾ വാസിക്കുന്നത് അവൻ താൻ എല്ലാത്തെയും ഉണ്ടാക്കിയവൻ, അതായത് സൃഷ്ടിച്ചവൻ ആര് താൻ? അവൻ താൻ, യേശു ക്രിസ്തു. അവൻ എന്തിനെ സൃഷ്ടിച്ചു? അത് അവന് വേണ്ടി താൻ സൃഷ്ടിച്ചത്. അതായത് എല്ലാമേ സൃഷ്ടിച്ചത് അവൻ താൻ. അത് അവന് താൻ വേണ്ടി സൃഷ്ടിച്ചത്. അതെന്ന് എന്ന് ചൊല്ലിയാൽ അതിന് മുമ്പേ ആരുമേ ഇங்கே ഇല്ലായിരുന്നു. ഈ ലോകത്തിലെ ആരുമില്ല. അവൻ താൻ എന്നാ ചെയ്ത് നമ്മളെല്ലാം ഈ ശക്തിയായാലും ധനമായാലും അല്ലെങ്കിൽ വാഴ്ചയായാലും എല്ലാമേ അവൻ മുഖാന്തരം താൻ ഉളവായത്. അതിന് മുമ്പേ ആരുമേ ഇല്ലായിരുന്നു. എന്നാൽ 18 വാക്യത്തിൽ നമ്മൾ എന്നാ വാസിച്ചത്, നമ്മൾ പഠിച്ചതെന്ന് ചൊല്ലിയാൽ, ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദ ബോഡി, അവൻ താൻ തലേ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തലയ്ക്ക് എത്രയധികം മഹത്വം ഇരിക്കെ, എത്രയും മഹിഴ്ച ഇരിക്കെ, അത് താൻ അവൻ എന്ന് ചൊല്ലിയാൽ തലയ്ക്ക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ മുടിയാതെ. അന്നേരം ആണ്ടവരായ ഇങ്ങനെ ചൊല്ലുന്നത്, ആണ്ടവരായ യേശു ക്രിസ്തു താൻ തലയെന്ന് ചൊല്ലിയാൽ അവൻ അവനാൽ താൻ എല്ലാമേ നിയന്ത്രിക്കപ്പെട്ടത്. തല താൻ എല്ലാത്തിനും നിയന്ത്രിക്കുന്നത്. അതായത് ഞാൻ പേശുവാന്നുണ്ടെങ്കിലും എൻ്റെ തല പറയുന്നത് താൻ എല്ലാമേ പേശുന്നത്. എന്തു പണമെങ്കിലും എൻ്റെ തല താനെല്ലാം ചെയ്യണം. അതായത് ഞാൻ മുഖാന്തരം താൻ ഈ സകല ശരീരവും നടക്കുക. അതായത് ഈ ശരീരം എല്ലാം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വേണം? ശരീരം പ്രവർത്തിക്കണമെങ്കിൽ തല വേണം. അത് തല താൻ മുഖ്യമായ വിഷയം. അവൻ ഇങ്ങനെ ചൊല്ലുന്നത്, അവൻ താൻ ഹെഡ് ഓഫ് ദ ബോഡി, ഈ ശരീരത്തിൻ്റെ തല അവൻ താൻ. ദ ചർച്ച് ഹൂ ഇസ് ദ ബിഗിനിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ കൊഞ്ചും കൂടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അവൻ താൻ ചർച്ചിൻ്റെ തല. അതായത് ചർച്ചെന്ന് ചൊല്ലിയാൽ നമ്മുടെ സഭയുടെ തല അവൻ താൻ. അതായിരുന്നെങ്കിൽ അവനാൽ താൻ നിയന്ത്രിക്കപ്പെടണം. നമ്മൾ ശരീരമല്ല നിയന്ത്രിക്കുന്നത്. നമ്മൾ ഇപ്പം എന്നെ നമ്മൾ വാസിക്കുന്നത്, നമ്മൾ പാക്കുന്നത് എല്ലായിടത്തുമേ മൂപ്പന്മാർ എല്ലാമേ നിയന്ത്രിക്കുക. അവനല്ല, മൂപ്പന്മാർ നിയന്ത്രിക്കണം. അത് ശരിതാൻ. എന്നാൽ ഇതിൻ്റെ എല്ലാം മുഖ്യമായ വിഷയമാർത്താൻ ആണ്ടവരായ യേശു ക്രിസ്തു താൻ. അങ്ങനെ ആണ്ടവരായ യേശു ക്രിസ്തു താൻ തല എന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കുക. അത് മാത്രമല്ല, അവൻ അതിനെക്കാട്ടി കുറച്ചും കൂടെ ജാസ്തി എക്സ്പ്ലെയിൻ ചെയ്ത്, അവൻ താൻ അതിൻ്റെ ആദ്യം, അതായത് തുടക്കം താൻ അവൻ താൻ. യേശു ക്രിസ്തു താൻ തുടക്കം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് തുടക്കമെന്ന് ചൊല്ലിയാൽ ഒരു സ്റ്റാർട്ടിങ് പിന്നെ ഒരു പോയിന്റ് വേണം. അങ്ങേ നിന്ന് തുടക്കം ഉണ്ടാകാൻ പറ്റുന്നത്. നമ്മളൊരു വര വരയ്ക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറ്റും? നമുക്ക് അപ്പടിയെ വരയ്ക്കാൻ മുടിയാതെ എവിടെയെങ്കിലും തൊട്ടിട്ട് അതിന് ശേഷം അതിൻ്റെ പിന്നാലെ പോകുന്നതാണ് വര. അതായത് നമ്മൾ ഇങ്ങനെ ബിഗിനിങ് എന്ന് ചൊല്ലിയാൽ അവൻ താൻ അതിൽ തുടക്കം അവൻ താൻ.
അവൻ താൻ ആ തുടക്കം, അതായത് ഒരു വരയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്ന എന്ന് ചൊല്ലുന്ന മാതിരി ആണ്ടവർ താൻ ഈ എല്ലാത്തിൻ്റെയും തുടക്കമാര് താൻ അവൻ താൻ ഈ ദ ബിഗിനിങ് ആൻഡ് ദ ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ്. അവൻ അത് മറ്റുമല്ല, തുടക്കത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ആദി അവനാണെന്ന് ചൊല്ലി. അത് മാത്രമല്ല, ഇപ്പം മരണത്തിൻ്റെ ആദി അവൻ താൻ. എന്നാ ചൊല്ലുന്നത്, ഹീ ഈസ് ദ ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ്. അതായത് മരിച്ചവരിൽ നിന്നും ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് ആര് താൻ? ആണ്ടവരായ യേശു. മുന്നാടി നമ്മൾ പാക്കും പലരും ഉയർത്തെഴുന്നേറ്റ്, പക്ഷെ അവർ പിന്നെയും മരുത്താർ. എന്നാൽ ആണ്ടവരായ യേശു ക്രിസ്തു ഒരു പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റ് പിന്നെ മരുത്തില്ല. എഴുന്നാച്ചാൽ നമ്മൾ നമ്മളെങ്കിലും വാസിക്കുന്നു. ഈ ലോകത്തിലുള്ള ഏത് മഹാന്മാരെ നമ്മൾ பார்த்தாലും എല്ലാവരും എന്നാ പറ്റും, ഒരു പ്രാവശ്യം മരിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ചു. അവൻ രണ്ടാമത് ഒരു ഉയർപ്പേ கிடைக்காது, അല്ലെ അവൻ രണ്ടാമത് പിന്നെയും വരാതെ. ഇங்கே എന്താ சொல்லுது, അവൻ താൻ ഫസ്റ്റ് ബോൺ, അവൻ താൻ ആദ്യം ഉയർത്തെഴുന്നേറ്റ്, അവന് പിന്നെ മരിക്കുകയേ ഇല്ല. അതായത് അവൻ താൻ അതിന് മുന്നാടി മരിച്ചവർ ആരും ഉയർത്തെഴുന്നേറ്റ് പിന്നെയും മരിച്ചാൽ. എന്നാൽ ആണ്ടവരായ യേശു ക്രിസ്തു ഫസ്റ്റ് ബോൺ എന്ന് അവൻ ആദിജാതൻ താൻ, അവൻ താൻ അതിൻ്റെ തുടക്കം, അതിൻ്റെയും തുടക്കം. ഫ്രം ദ ഡെഡ് ആറ്റ് ഓൾ തിങ് ഹീ മൈറ്റ് ഹാവ് ദ പ്രീഎമിനൻസ്. അവൻ അതുമൂലം എന്ത് പറ്റി, അവന് താൻ മുഖ്യമായ കാര്യം തന്നെ. നമ്മൾ അവൻ താൻ ആരംഭമായിരിക്കുക, അവൻ താൻ അതിൻ്റെ മുഖ്യമായ വിഷയം, അവനാൽ താൻ എല്ലാം തുടങ്ങുന്നത്. അന്നേരം എല്ലാ വചനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് ആണ്ടവരുടെ മகிழ்ச்சிയെപ്പറ്റി ചൊല്ലുമ്പോൾ അതിന് മുന്നാടി ഒന്നുമേ ചൊല്ലുവാനും മുടിയാതെ. നമ്മൾ പാക്കുമ്പം എല്ലാം തുടക്കം അവൻ താൻ, എല്ലാത്തിൻ്റെ അവസാനം അവൻ താൻ, എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം താൻ സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി താൻ സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം അവൻ. അതായത് ആ ബിന്ദു, അതായത് നമ്മളൊരു വര വരയ്ക്കുമ്പോൾ ഒരു ബിന്ദുവിൽ തൊട്ട് വേണം നമ്മൾ വര തുടങ്ങുന്നത്. അതായത് ആ ബിന്ദു എന്ന് ചൊല്ലിയാൽ, അതായത് തീരെ ചിന്ന ഒരു ബിന്ദു, ഒരു പോയിന്റ്, അത് ആര് താൻ? അവൻ താൻ യേശു ക്രിസ്തു. ആ പോയിന്റ് ഇല്ലാതെ വര பண்ணுவாൻ പറ്റുകയില്ല. ആണ്ടവർ എന്നാ சொல்லுது, വചനം എന്നാ சொல்லுது, അവൻ താൻ മുഖ്യം, അവൻ താൻ തല. അവൻ തലയെന്ന് ചൊല്ലിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ തല, നമ്മുടെ ശരീരത്തിൻ്റെ തല. അത് മാത്രമല്ല ചർച്ചിൻ്റെയും തല, അതായത് നമ്മുടെ സഭയുടെ തല അവൻ താൻ. അന്നേരം അവനിൽ താൻ എല്ലാമേ വസിക്കുന്നത്. അത് അവനെ മുടിച്ച് നമുക്ക് ഒന്നുമേ നമുക്ക് ചൊല്ലാൻ മുടിയാതെ. ഇനി നമുക്ക് 19 വാക്യത്തിൽ നമ്മൾ പോയിടാം. 19 ഫോർ ഇറ്റ് പ്ലീസ് ദ ഫാദർ ദാറ്റ് ഹിം ഷുഡ് ഓൾ ഫുൾനെസ്. ഇത് ആരുടെ കാര്യപരിപാടി, ആരുടെ വർക്ക് എന്ന് ചൊല്ലുമോ? തകപ്പനായ ആണ്ടവർ. അവർക്ക് എന്ന ചിത്തമായെന്ന് ചൊല്ലുക, അവന് ചിത്തമായത് ഹീ ഷുഡ് ഓൾ ഫുൾനെസ്. അവനിൽ സകലവും നിറഞ്ഞിരിക്കണം. ഞാൻ പോയിന്റിനെ പറ്റി നിങ്ങളോട് ചൊല്ലാം. പോയിന്റ് നിങ്ങൾ പാക്കുമ്പോൾ അതിന് ഒരു കുത്ത്. ആ കുത്തെന്ന് പറഞ്ഞാൽ എന്തുവെന്ന് അറിയാമോ? അതിൽ തന്നെ എല്ലാം നിറഞ്ഞിരിക്കുക. അതിൽ ഒരു കുത്തെന്ന് പറഞ്ഞാൽ ആ കുത്തിൻ്റെ അകത്ത് ഒരു ഇതില്ല, അതായത് എംപ്റ്റീനെസ് ഇല്ല. അതേപോലെ തന്നെ ഇവനിൽ എല്ലാം ഫുൾനെസ്, അതായത് എല്ലാ നിറവും അവനിൽ താൻ ഇരിക്കുക. ആരില്ല? ആണ്ടവരായ യേശു ക്രിസ്തു. അവനിലെ ഷുഡ് ഓൾ ഫുൾനെസ്, അവനിൽ എല്ലാ നിറവും വേണം. അത് ആരുടെ ചിത്തം താൻ? തകപ്പനായ ആണ്ടവരുടെ. അന്ന് തകപ്പനായ ആണ്ടവരുടെ ചിത്തം എന്നെന്ന് ചൊല്ലിയാൽ അവനിൽ പൂർണ്ണ നിറവ് വേണം. അന്നേരം ആ പൂർണ്ണ നിറവുണ്ടെങ്കിൽ മറ്റും താൻ അതിൽ നിന്നും ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഫലം എപ്പടി കിടക്കും? അന്നേരം എല്ലാം, അതായത് അതുകൊണ്ട് താൻ നമ്മൾ 16 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത്, നീ പാക്കുന്നതും പാക്കം മുടിയാത്തതും എല്ലാം അവന്. അതായത് അതിന് മുന്നാടി ഒന്നുമേ കിടക്കാതെ അവൻ താൻ എല്ലാത്തിനും തുടക്കം,
അവൻ താൻ ആ പോയിന്റിൻ്റെ തുടക്കം താൻ. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് നിറഞ്ഞ ഒരു അനുഭൂതി, അതായത് ഫുൾനെസ് ഇരിക്കുന്ന ഒരു അനുഭൂതി താൻ. അത് അവൻ താൻ സകലവും അവൻ അതുമല്ല, അവനിൽ താൻ എല്ലാം ഉളവായത്, അവൻ മുഖാന്തരം താൻ എല്ലാം ഉളവായത്. അതായത് അവൻ ആ പോയിന്റ് നിറഞ്ഞിരുന്നുകൊണ്ട് അത് നമുക്ക് വരയായിട്ട് മുന്നാടി പോയാച്ച്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം തുടങ്ങിയിട്ട് അത് അവസാനത്തോളം പോയി. അത് അവസാനമെങ്കിൽ മരണം വരെ അവൻ മരണത്തിലും ജയാളിയായി തീർന്നാച്ച്. അന്നേരം അപ്പോൾ പൗലോസ് നമുക്ക് പാക്കത്, കാരണം അവൻ്റെ മഹിമയെ പറ്റിയാണ് നമ്മൾ വാസിക്കുന്നത്. നമ്മൾ എന്നാ വാസിക്കുന്നത്? അവൻ താൻ എല്ലാം. അവനെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമേ പറ്റാതെ, അല്ലെങ്കിൽ നീ ചൊല്ലുക ഞാൻ തന്നെ ഇതെല്ലാമേ ഉണ്ടാക്കി. നമ്മൾ ഇന്ന് റോബോട്ട് ഉണ്ടാക്കിയാച്ചേ, ഇന്ന് ലോകത്തിലെ പല കാര്യങ്ങൾ നമ്മൾ TV എല്ലാമേ നമ്മളെല്ലാം പാക്കുന്നത് എങ്കിന്ന് സ്റ്റാർട്ട് പണിയാച്ചേ അവനിൽ നിന്നാൻ. അതായത് ആണ്ടവർ നമുക്ക് അവനില്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും കാരണം ഇത് മനുഷ്യൻ്റെ തലതാൻ എല്ലാം വർക്ക് പണിത്. എന്നിട്ട് അവൻ താൻ തലയെന്ന് ചൊല്ലിയപ്പം നിൻ്റെ തലയും അതായത് അവനില്ലാതെ നിനക്ക് ഒരു കാര്യവും നമ്മൾ ഇന്നത്തെ എത്ര അഡ്വാൻസ് നമ്മൾ രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും അവനൊപ്പം നമുക്ക് ഒന്നുമേ ചൊല്ല മുടിയാതെ. കാരണം അവൻ എന്തുകൊണ്ട് ചൊല്ല മുടിയാതെ? അവൻ താൻ സകലവും, അവൻ താൻ എല്ലാത്തിൻ്റെയും നിറവ്, അവനിൽ താൻ എല്ലാം നിറവ് അപ്പടിയേ നിറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു പൊട്ട് പോലും, അതിൽ ആ പൊട്ടിനകത്തൊരു പൊട്ട് പോലും പൊള്ളയില്ല, അല്ലെങ്കിൽ അത് മുഴുവനും നിറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇங்கே നമ്മൾ വാസിക്കുന്നത് അത് ഫുൾനെസ് ഇൻഡ്വൽ. അത് ആരുടെ ചിത്തം താൻ? തകപ്പനായ ആണ്ടവരുടെ ചിത്തം തന്നെ. തകപ്പനായ ആണ്ടവർക്ക് ആണ്ടവർ ചിത്തം എന്ന് ചൊല്ലിയാൽ അവൻ്റെ പുത്രൻ, അവൻ്റെ ഏകജാതനായ പുത്രൻ, അവൻ്റെ ആദിജാതനായ പുത്രൻ, അവൻ സകലവും നിറഞ്ഞിരിക്കണം. അവനിൽ സകല മഹിഴ്ചയും വേണം. അവനിൽ സകല അവനെ മഹിഴ്വോണം. നമ്മൾ മഹിഴ്വേണ്ടത് ആരെത്താൻ? അവൻ താൻ. കാരണം അവനിൽ താൻ എല്ലാമേ ഉണ്ടായത്. നമ്മൾ 20-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ചിടാം. നമുക്ക് എന്താണ്? ആൻഡ് ഹാവിങ് മേഡ് പീസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രോസ്. അതുമൂലം എന്നാ പറ്റിയും? അതുകൊണ്ട് താൻ നമുക്ക് സമാധാനം കിടച്ചാച്ച്. എന്നിട്ട് നമുക്ക് സമാധാനം കിടക്കണം എന്നുണ്ടെങ്കിൽ എന്നാ പറ്റണം? അവനിൽ മാത്രം. ഇന്ന് ലോകത്തിൽ ആർക്ക് സമാധാനം കിടക്കുന്നത്? ഇന്ന് ലോകം എന്നെ പാക്കുന്നത് ഉലകം മുഴുവനും ആ സമാധാനത്തിന് വേണ്ടി നടക്കുന്നത്. ആർക്കുമേ സമാധാനം കിടക്കാതെ. എന്തുകൊണ്ട്? സമാധാനമേ கிடைக்காது. അത് ആര് താൻ സമാധാനം? ഹാവിങ് മേഡ് പീസ്. അവൻ താൻ സമാധാനം നമുക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് അവൻ താൻ നമുക്ക് സമാധാനം നൽകി. അത് എങ്ങനെ? അവൻ്റെ രക്തത്താൽ. ഏത് രക്തത്താൽ? ആ ക്രൂശിലെ രക്തത്താൽ നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നു. അന്നേരം അവൻ സകലവും. അതുമാത്രമല്ല, അവൻ്റെ രക്തത്താൽ താൻ നമുക്ക് സമാധാനം കിടച്ചത്. അല്ലെങ്കിൽ ലോകത്തിൽ സമാധാനമേ കിടക്കാതെ. നമുക്ക് എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടവർ നമുക്ക് പിന്നെയും നമുക്ക് ഇതിനെപ്പറ്റി നമ്മൾ വിസാരിച്ചിടാം. ആണ്ടവർ എന്നാ നമ്മളുടെ പേശും നമുക്ക് കേട്ടിടാം. അവൻ നമ്മളോട് എന്നാ ചൊല്ലണമെന്ന് നമ്മളോട് ചൊല്ലി അത് നമുക്ക് മനസ്സിലാവാൻ പറ്റി. ആണ്ടവർ നമുക്ക് വിവേകം അല്ലെങ്കിൽ ബുദ്ധി നമുക്ക് തരണം. കാരണം അവനിൽ സകലവും അടങ്ങിയിരിക്കുന്ന ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.